ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കാലഘട്ടമാണല്ലേ. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത സാധനം നിങ്ങൾക്ക് കിട്ടി, അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പരാതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കസ്റ്റമർ കെയറുമായിട്ട് ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? പല ആളുകളും പറയുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോരെ, ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ നമ്പറൊക്കെ അവിടെ നിന്ന് ലഭിക്കൂലേ എന്ന്. അതൊക്കെ ഫേക്കാണ്. അതൊന്നും ഒരിക്കലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കൊള്ളണം എന്നില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ബോയിയെ നിങ്ങൾ തിരിച്ചു വിളിച്ചാലും അവർ എടുത്തുകൊള്ളണമെന്നില്ല, ആ നമ്പർ കണക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ ഇതിനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് വിളിക്കേണ്ട, ഫ്ലിപ്കാർട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തൊക്കെയാണ് സംഭവമെന്ന് അവർ തന്നെ ചോദിച്ചറിയും. അങ്ങനെയുള്ള സംവിധാനം നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഫാറ്റ ടെക്കിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന ടാബുകളിൽ അക്കൗണ്ട് എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ തന്നെ ഇടതുവശത്ത് ഓർഡേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്തതും നിങ്ങൾക്ക് ലഭിച്ചതുമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതെനിക്ക് ലഭിച്ച പ്രോഡക്റ്റാണ്. ഇവിടെ തന്നെ മുകളിൽ വലതുവശത്ത് ഹെൽപ്പ് എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ സംതിങ് എൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ കുറച്ച് താഴെയായിട്ട് റൈറ്റ് എ മെസ്സേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട് റിലേറ്റഡ് എൻക്വയറി എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്ത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. റിക്വസ്റ്റ് എ കോൾ, അതുപോലെ തന്നെ എൻഡ് ചാറ്റ്. റിക്വസ്റ്റ് എ കോൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. ഞാനിപ്പോൾ മലയാളം ഇവിടെ സെലക്ട് ചെയ്യാണ്. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എത്ര നമ്പർ ഉണ്ട് അത് കാണിക്കും. ഏത് നമ്പറിലാണ് നിങ്ങൾക്ക് കോൾ വരേണ്ടത് ആ നമ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു നമ്പർ മാത്രമേ ഫ്ലിപ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ആ നമ്പർ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കോൾ വരും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ കോൾ വന്നു കഴിഞ്ഞു, കണ്ടോ? കസ്റ്റമർ കെയറിൽ നിന്നും, ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാണ്. അവരുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ പ്രോഡക്റ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവരുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഇവരോട് സംസാരിച്ചിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് സംബന്ധമായിട്ടാണ് നിങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ചത് ആ പ്രൊഡക്റ്റ് നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ അവരുമായിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചത്, അത് അവർ അക്സെപ്റ്റ് ചെയ്തത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.